ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ അവസാനത്തെ പാഠം 11ാമത്തെ പാഠം ടൈം എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ടൈം എന്ന് വെച്ചാൽ എന്താണ്? സമയം അല്ലെ? സമയത്തെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടൈം എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചിത്രത്തിൽ കാണുന്നത് നോക്കൂ. നമ്മൾ നേരം വെളുത്ത് വരികയാണ് അല്ലെ? അതായത് നമ്മൾ എന്താണ് മോർണിംഗ് ടൈം ആണ്. രാവിലെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? മോർണിംഗ്. നമ്മൾ പറയില്ലേ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ മോർണിംഗ് എന്ന് പറയുന്നത് രാവിലെയാണ്. അപ്പൊ ഇവിടെ കണ്ടോ സൂര്യൻ ഉദിച്ചു വരുന്നു, ഇവിടെ കോഴി കൂവുന്നുണ്ട്, എന്താണോ പശുക്കളെല്ലാം എന്താ പുല്ല് കഴിക്കണു അല്ലേ? അപ്പൊ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ദ കോക്ക് ക്രാവ്, ദ ബേർഡ്സ് ചിർപ്പിഡ്, ഇറ്റ്സ് ഡേ ബ്രേക്ക് എന്ന് വെച്ചാൽ എന്താ? കോഴി കൂവുന്നു, ബേർഡ്സ് എല്ലാം കലപില ശബ്ദം ഉണ്ടാക്കി പോകുന്നു. അങ്ങനെ നേരം വെളുക്കുകയാണ്. നമ്മൾ രാവിലെ മോർണിംഗ് ടൈമിലെ കാഴ്ചയെ കുറിച്ചാണ് ഇവിടെ പറയണത്. നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ടൈം എന്ന് വെച്ചാൽ എന്താ? സമയം അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, ഒരു കുട്ടിയെ അമ്മ എഴുന്നേൽപ്പിക്കുകയാണ്. ഗെറ്റ് അപ്പ് സൺ, എഴുന്നേൽക്കും മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുകയാണ് അല്ലെ? രാവിലെ നേരത്തെ നമ്മൾ എഴുന്നേൽക്കാണ്ടാവുമ്പോ അമ്മ വന്ന് വിളിക്കില്ലേ? വിച്ച് ഈസ് കറക്റ്റ്, പുട്ട് ടിക്ക് മാർക്ക്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സമയം ഏതാണോ അത് നമ്മൾ ടിക്ക് ചെയ്യണം. യു വെന്റ് ടു ബെഡ് അറ്റ്, അതായത് ഉറങ്ങാൻ പോകുന്നത് എപ്പോഴാണ്? നമ്മൾ പകൽ ഉറങ്ങുന്ന സമയമല്ല ചോദിക്കുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ഉറങ്ങാൻ പോകുന്നത് എപ്പോഴായിരിക്കും? ഡേ ടൈമിലാണോ നൈറ്റ്? ഡേ എന്ന് വെച്ചാൽ പകല്, നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി. എപ്പോഴാണ് ഉറങ്ങാൻ പോവുക? നൈറ്റ് അല്ലെ? അപ്പൊ നൈറ്റ് എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി. യു വോക്ക് അപ്പ് ഇൻ ദ, അതായത് നമ്മൾ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? മോർണിംഗിലാണോ ആഫ്റ്റർനൂണിലാണോ ഈവനിങ്ങിലാണോ? മോർണിംഗ് എന്ന് വെച്ചാൽ രാവിലെ, ആഫ്റ്റർനൂൺ എന്ന് വെച്ചാൽ എന്താ? ഉച്ചയ്ക്ക്, ഈവനിങ് എന്ന് വെച്ചാൽ വൈകുന്നേരം. എപ്പോഴായിരിക്കും? മോർണിംഗ്. യു വെൻ ടു സ്കൂൾ ഇൻ ദ, സ്കൂളിൽ പോകുന്നത് എപ്പോഴാണ്? വെൻ ടു സ്കൂൾ ആണ്. അപ്പൊ സ്കൂൾ വിട്ട് വരുന്നതല്ല, സ്കൂളിലേക്ക് പോകുന്നത് എപ്പോഴാ? മോർണിംഗ് ആണോ ഈവനിങ് ആണോ? മോർണിംഗ്. അപ്പൊ മോർണിംഗിൽ ടിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ സമയം പറഞ്ഞു, 3 സമയത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? മോർണിംഗ് പറയുന്നുണ്ട്, ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്, ഈവനിങ് പറഞ്ഞു, നൈറ്റ് പറഞ്ഞു, ഡേ പറഞ്ഞു അല്ലെ? മോർണിംഗ് പറഞ്ഞാൽ രാവിലെ, ആഫ്റ്റർനൂൺ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക്, ഉച്ച സമയത്ത് പറയണതാണ്, ഈവനിങ് വെച്ചാൽ വൈകുന്നേരം. അതേപോലെ ഡേയും നൈറ്റും വെച്ചാൽ എന്താ? ഡേ എന്ന് വെച്ചാൽ പകൽ സമയത്ത് നമ്മൾ ഡേ എന്ന് പറയും, നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി. ഓക്കെ, ഇവിടെ ഒരു കുസൃതി ചോദ്യം ഉണ്ട്. ഓക്കെ, ഒരു കടങ്കഥയുണ്ട്, നമുക്കത് റീഡ് ചെയ്യാം. ഹു ആം ഐ, ഞാൻ ആരാണെന്ന് പറയാമോ? ഇൻ ദ ഈസ്റ്റ് അറ്റ് ഡൗൺ, ഓവർ ദ ഹെഡ് അറ്റ് noon, down the sea at dusk, can you say who I am? അപ്പൊ ആരാണെന്ന് ഞാൻ പറയാമോ? അതായത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ ആണ്. അപ്പൊ ഈസ്റ്റിലാണ് ഞാൻ ഉദിച്ചു വരുന്നത്. അതുപോലെ തന്നെ കടലിൽ ഞാൻ അസ്തമിക്കും. കടലിൽ ഞാൻ താഴ്ന്നു പോകുന്ന വെച്ചാൽ കടലിലേക്ക് ഇറങ്ങി പോകുന്നതല്ല, കടലിലാണ് ഞാൻ അസ്തമിക്കുക. അപ്പൊ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ആരാണ്? നമ്മുടെ സണ്ണ് അല്ലെ? സൂര്യനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സണ്ണ്. അപ്പൊ ഇവിടെ 2 സണ്ണ് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ SON എന്ന് വെച്ചാൽ സൺ, അതായത് മകൻ എന്നർത്ഥമാണ്. SUN ആണ് സൂര്യൻ, സൺ. ഓക്കെ, നെക്സ്റ്റ്, which of these takes more time? ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? ഇതിൽ രണ്ട് ചിത്രങ്ങൾ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഏതാണ്? അത് നമ്മൾ ടിക്ക് ചെയ്യുക. ആദ്യത്തെ പിക്ചർ നോക്കിയാൽ ഇവിടെ ഒരു കുട്ടി പല്ല് തേക്കുകയാണ് അല്ലെ? ബ്രഷ് ചെയ്യാണ്. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക? പ്ലേ ചെയ്യാൻ അല്ലെ? കളിക്കാനല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. അപ്പൊ ഇത് ടിക്ക് ചെയ്യുക. അടുത്തത്, 2 കുട്ടികൾ സ്കൂളിൽ പോവാണ്. ഒരു കുട്ടി സൈക്കിളിലാണ് പോകുന്നത്, ഒരു കുട്ടി നടന്നിട്ടാണ് പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരായിരിക്കും? ഈ കുട്ടിയായിരിക്കും, നടന്നു പോകുന്ന കുട്ടി. അപ്പൊ അത് എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അടുത്തത്, അയാൾ എന്താ ചെയ്യുന്നത്? ഇവിടെ വെള്ളം കുടിക്കുകയാണ്. ഒരു കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ വെള്ളം കുടിക്കാനാണോ ഭക്ഷണം കഴിക്കാനാണോ ഏറ്റവും കൂടുതൽ സമയം? ഭക്ഷണം കഴിക്കാൻ അല്ലെ? അപ്പൊ ഇതെന്ത് ചെയ്യണം? ടിക്ക് ചെയ്യുക. നെക്സ്റ്റ്, റൈറ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡർ, ഒരു കാര്യത്തിന്റെ 3 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ നമ്മൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. എന്താ എഴുതേണ്ടത്? ബിഗിൻ, ലേറ്റർ, എൻഡ്. ബിഗിൻ എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോഴാണ് നമ്മൾ ബിഗിൻ എന്ന് പറയുക, തുടങ്ങി. ലേറ്റർ എന്ന് വെച്ചാൽ അതിന് ശേഷം. എൻഡ് എന്ന് വെച്ചാൽ എന്താ? അവസാനം എന്ന ക്രമത്തിലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതിവിടെ നോക്കി, ചിത്രങ്ങൾ നോക്കി. ഇവിടെ കോഴിക്കുട്ടികളോടുകൂടെ കോഴിയമ്മ നിൽക്കുന്നുണ്ട് അല്ലെ? ഒരു ഹെന്നുണ്ട്, ചിക്സ് ഉണ്ട്. ഇവിടെ കോഴി മുട്ടയിടുകയാണ്. ഇവിടെ കോഴി എന്ത് ചെയ്യുന്നു? കുറെ മുട്ടകളുടെ മേലെ ഇരിക്കുകയാണ് അല്ലെ? അടയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏതായിരിക്കും ഫസ്റ്റ് നടന്നിട്ടുണ്ടാവുക? കോഴി മുട്ടയിടുക. അപ്പൊ ഇതാണ് ആദ്യം നടന്നത്. നമ്മൾ ബിഗിൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ബിഗിൻ. അതിനുശേഷം എന്ത് ചെയ്തു? കോഴി എന്ത് ചെയ്തു? കോഴിയമ്മ എന്ത് ചെയ്തു? അടയിരുന്നു അല്ലെ? കോഴിമുട്ടയുടെ മേലെ. അപ്പൊ ഇതാണ് ലേറ്റർ. അതിനുശേഷം കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി. അപ്പൊ ഇതാണ് എൻഡ്. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അത് നോക്കി, ഒരു കുട്ടിയുടെ കയ്യിൽ വലിയൊരു ബലൂൺ ഊതിയിട്ടുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്, ഇവിടെ ഊതാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരിക്കും ആദ്യം വരിക? ഇതാണ്. അപ്പൊ ഇത് ബിഗിൻ എഴുതുക. അടുത്തത്, ബലൂണ് വീർത്തു വന്നു അല്ലെ? വലിയ ബലൂണായി, അത് ലേറ്റർ.
അടുത്ത ബലൂൺ പൊട്ടിപ്പോയി, അതാണ് എൻഡ്. ഓക്കെ, അടുത്തത് അനു ഡൂയിങ് മെനി തിങ്സ് നമ്പർ ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടെ അനു ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ചിത്രങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നടന്ന സംഭവത്തിന് നമ്മൾ 1 എന്ന് കൊടുക്കുക, അങ്ങനെ കറക്റ്റ് ഓർഡറിൽ നമ്പർ എഴുതാനാണ് പറയണത്. അപ്പൊ ഇവിടെ നോക്കി എന്താ ചെയ്യുന്ന അനു? ഇവിടെ ബ്രഷ് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂണിഫോം ഒക്കെ ഇട്ട് ബാഗ് എടുത്തു, ഇവിടെ നോക്കിയ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല, ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ബാഗ് തൂക്കുന്നു, അതിവിടെ മുടി കെട്ടുകയാണ്, സൈക്കിളിൽ പോവുക. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആദ്യം നടന്നിട്ടുണ്ടാവുക? രാവിലെ എഴുന്നേറ്റ് ഉടനെ ബ്രഷ് ചെയ്യണതാണ് അല്ലെ ആദ്യം നടന്നിട്ടുണ്ടാവുക, അത് ഫസ്റ്റ്. അതിനുശേഷം അവൾ എന്ത് ചെയ്തു? ഫ്രഷ് ഒക്കെ ആയി വന്നു. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുക, അത് രണ്ടാമത്. അടുത്തത് അനു ബാഗ് എടുക്കുന്നതാണോ? അല്ല, അനു എന്ത് ചെയ്യണം? സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അല്ലെ, അപ്പൊ അതാണ് മൂന്നാമത്. പിന്നെ എന്ത് ചെയ്തു? ബാഗ് എടുത്തു, അത് ഫോർത്ത്. പിന്നെ ബാഗ് തൂക്കുന്നത് അഞ്ചാമത്, സ്കൂളിലേക്ക് സൈക്കിളിൽ പോവുകയാണ്, അത് ആറാമത്. ഈ ക്രമത്തിൽ ഇങ്ങനെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് അറ്റ് വാട്ട് ടൈം, ഏതാണ് സമയം എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. സമയം നമ്മൾ പറഞ്ഞൂല്ലേ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, പിന്നെ എന്താ പറഞ്ഞത്? ഈവനിങ്. ഇതെല്ലാമാണ് നമ്മൾ സമയം പറഞ്ഞ് പഠിച്ചത്. അപ്പൊ ഇവിടെ ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഈവനിങ്ങിലാണോ വൈകുന്നേരമാണോ അതോ രാവിലെ മോർണിംഗിലാണോ? മോർണിംഗ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ, മോർണിംഗ്. അപ്പൊ മോർണിംഗ് സ്പെല്ലിംഗ് എന്താ? MORNING. അടുത്തത് സൺ സെറ്റിംഗ്, അതായത് സൂര്യൻ അസ്തമിക്കുക. സൺ സെറ്റിംഗ് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ രാവിലെ സൂര്യനെ കണ്ടതാണ് ഉദിക്കുക എന്ന് പറയും, വൈകുന്നേര സമയത്താണ് സൂര്യൻ അസ്തമിക്കുന്നത്, അത് നമ്മൾ ഈവനിങ് എന്ന് പറയുക. അടുത്തത് ബേർഡ്സ് റിട്ടേണിംഗ് ടു നെസ്റ്റ്, നമ്മൾ പക്ഷികളെല്ലാം രാവിലെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. എപ്പോഴാണ് തിരിച്ച് കൂട്ടിലേക്ക് വരുന്നത്? എപ്പോഴാണ്? ഈവനിങ്ങിൽ, വൈകുന്നേര സമയമാകുമ്പോഴാണ്, സന്ധ്യാസമയം ഒക്കെ ആകുമ്പോഴാണ് ബേർഡ്സ് എല്ലാം കൂട്ടിലേക്ക് വരിക. ഗെറ്റിംഗ് ദ ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ നമ്മുടെ വീട്ടിൽ രാവിലെ എപ്പോഴാണ് ന്യൂസ് പേപ്പർ കിട്ടുക? രാവിലെയാണ് അല്ലെ ന്യൂസ് പേപ്പർ വരിക, അപ്പൊ അത് മോർണിംഗ്. അടുത്തത് എൻഡ് ഓഫ് സ്കൂൾ, സ്കൂൾ കഴിയുന്നത് എപ്പോഴാണ്? അത് രാവിലെ മോർണിംഗിൽ സ്കൂൾ തുടങ്ങും, എപ്പോഴാണ് കഴിയുക? നൈറ്റിലാണോ? അല്ല, ഈവനിങ്. അടുത്തത് ഈറ്റിംഗ് ലഞ്ച്, ലഞ്ച് കഴിക്കുന്നത് എപ്പോഴാണ്? നൂൺ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഉച്ചയ്ക്കല്ലേ നമ്മൾ ലഞ്ച് കഴിക്കുക, അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ സമയത്തെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്. വീക്ക് എന്ന് വെച്ചാൽ ആഴ്ചയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മന്ത് എന്ന് വെച്ചാൽ മാസം, വീക്ക് എന്ന് വെച്ചാൽ ആഴ്ച. അപ്പൊ നോക്കി, ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഹൗ മെനി ഡേയ്സ് എന്നാണ് ചോദിക്കുന്നത്, വിച്ച് ആർ ദ ഡേയ്സ് എന്നല്ല. ഹൗ മെനി ഡേയ്സ് ചോദിച്ചാൽ എത്ര എണ്ണം, എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ അതിന് മുമ്പ് അപ്പൊ നമുക്ക് അറിയണം ഏതൊക്കെ ഡേയ്സ് ആണ്, ഒരാഴ്ചയിൽ ഏതൊക്കെ ഡേയ്സ് ആണെന്ന് അറിയണം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് വായിക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, then Thursday, Friday, Saturday. ഇത്രയുമാണ് നമുക്കുള്ള ഓരോ ആഴ്ചയിലും ഈ ഡേയ്സിന് റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ആഴ്ച തുടങ്ങുന്നത് സൺഡേയിൽ തുടങ്ങും, സാറ്റർഡേയിലാണ് അവസാനിക്കുക. സൺഡേ എന്ന് വെച്ചാൽ ഏതാഴ്ചയാണ്? ഞായറാഴ്ച. മൺഡേ തിങ്കൾ, ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ വ്യാഴം, ഫ്രൈഡേ വെള്ളി, സാറ്റർഡേ ശനിയാഴ്ച. ഇത്രയും ഇത്രയും ഡേയ്സ് ആണ് ഒരു വീക്കിലുള്ളത്. അപ്പൊ എത്ര ഡേയ്സ് ആണ് എണ്ണി നോക്കില്ലേ? 1 2 3 4 5 6 7. അപ്പൊ ഒരാഴ്ചയിൽ, ഒരു വീക്കിൽ എത്ര ദിവസങ്ങളുണ്ട്? 7. എത്ര ഡേയ്സ് ആണ്? 7. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം ഏതാണ് നോക്കിക്കേ? സൺഡേ. ഏതാണ്? സൺഡേ, ഞായറാഴ്ച. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഡേ, അവസാനത്തെ ദിവസം ഏതാണ്? ഓരോ ആഴ്ചയിലും അവസാനത്തെ ദിവസം ഏതായിരിക്കും? സാറ്റർഡേ, ശനിയാഴ്ചയാണ്. ഇനി എന്താ ചെയ്യാൻ പറയുന്നത്? റൈറ്റ് ദ 7 days of weeks in order. അതായത് 7 ദിവസവും ഇതേ. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഇത് ഓർഡറിൽ പഠിക്കുക. സൺഡേ, മൺഡേ, അല്ലാതെ സൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അങ്ങനെ പഠിക്കാതെ ഓർഡറിൽ പഠിക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ലാസ്റ്റ് സാറ്റർഡേ. ഈ ഓർഡറിൽ തന്നെ പഠിക്കുക, സ്പെല്ലിങ്ങും കൂടി പഠിക്കുക. ഓക്കെ, അടുത്തത് വിനൂസ് വീക്ക്. അപ്പൊ വിനുവിന്റെ ഒരാഴ്ചയിൽ വിനു ചെയ്യുന്ന കാര്യങ്ങളാണ്, ഓരോ ആഴ്ചയിൽ അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിക്ചർ തന്നിരിക്കുന്നത്, ചിത്രങ്ങൾ തന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മുടെ വിനു സൂല് പോവാണ്. സൂ എന്ന് വെച്ചാൽ എന്താണ്? മൃഗശാല അല്ലെ. അടുത്തത് അത് നോക്കിയ മൺഡേ അവൻ എന്ത് കിട്ടുകയാണ്? ആ സ്കൂൾ അസംബ്ലിയിൽ വെച്ചിട്ട് ട്രോഫി കിട്ടുന്നു. ട്യൂസ്ഡേ ലൈബ്രറി, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് റീഡ് ചെയ്യുന്നു. വെനസ്ഡേ സ്കൂളിൽ പോകുന്നു. തേഴ്സ്ഡേ നോക്കിയാൽ അവൻ ബുക്സ് ഫ്രണ്ട്സിന്റെ കൂടി ബുക്സ് വായിക്കുകയാണ് അല്ലെ. ഫ്രൈഡേ എന്താ ചെയ്യുന്നത്? ഫ്രൈഡേ ഫ്രണ്ട്സിന്റെ കൂടെ എന്താ ചെയ്യുന്നത്? കളിക്കുകയാണ് അല്ലെ, കളിക്കുകയാണ്. അതുപോലെ സാറ്റർഡേ ബീച്ചിലിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അവൻ ഒരാഴ്ച ചെയ്യുന്ന ഓരോ ദിവസങ്ങളും ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ആൻ ഇമ്പോർട്ടന്റ് തിങ് യു ഡിഡ് ഈച്ച് ഡേ ഓഫ് ദ ലാസ്റ്റ് വീക്ക്. അതായത് നിങ്ങൾ ഇത് എഴുതുന്നതിന്റെ തൊട്ട് ലാസ്റ്റ്, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ചെയ്ത ഓരോ ദിവസങ്ങളും ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു ദിവസം ചെയ്ത എല്ലാം എഴുതുകയല്ല, അതിൽ ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ വിനുവിന്റെ നോക്കിക്കേ, വിനുവിന്റെ ഇപ്പൊ നോക്കൂ, അവന് സൺഡേ അവൻ എന്ത് ചെയ്തു? സൂല് പോയി, അതാണ്
അതാണ് അതിൽ ഇമ്പോർട്ടന്റ് അല്ലേ. അത് നോക്കി സാറ്റർഡേ അവൻ ബീച്ചിൽ പോയി, ട്യൂസ്ഡേ അവൻ ലൈബ്രറിയിൽ പോയി. അപ്പൊ ഇത് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓരോ ദിവസവും ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഇവിടെ എഴുതുക. അപ്പൊ നമ്മൾ സൺഡേ എന്ത് എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾ വെൻ ടു പാർക്ക്, ഇത് എക്സാമ്പിൾ ആണ്, ഇതുപോലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ സൺഡേ ഇവിടെ വെൻ ടു പാർക്ക് വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിന്റെ കൂടെ പാർക്കിൽ പോയി. മൺഡേ ഐ ഡാൻസ്ഡ് ഇൻ ദ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ. ട്യൂസ്ഡേ ഐ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്കൂൾ റണ്ണിങ് കോമ്പറ്റീഷൻ, സ്കൂൾ റണ്ണിങ് കോമ്പറ്റീഷനിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. വെനസ്ഡേ വെൻ ടു സ്കൂൾ ലൈബ്രറി ആൻഡ് റീഡ് സ്റ്റോറി ബുക്സ്, സ്കൂൾ ലൈബ്രറി പോയി സ്റ്റോറി ബുക്സുകൾ വായിച്ചു. തേഴ്സ്ഡേ വെൻ ടു ദ റിവർ വിത്ത് മൈ ഫാദർ ആൻഡ് കോട്ട് ഫിഷസ്, തേഴ്സ്ഡേ എന്ത് ചെയ്തു, തേഴ്സ്ഡേ അച്ഛന്റെ കൂടെ പുഴയിൽ പോയി മീൻ പിടിച്ചു. ഫ്രൈഡേ ഐ സ്റ്റഡീഡ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പഠിച്ചു. സാറ്റർഡേ വെൻ ടു സൂ വിത്ത് മൈ ഫാമിലി, എൻ്റെ ഫാമിലിന്റെ കൂടെ എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ സൂവിൽ പോയി. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക ഓരോ ദിവസത്തെ. ഓക്കെ, അടുത്തത് വിച്ച് ആർ ദ സ്കൂൾ ഹോളിഡേസ്. അപ്പൊ നമ്മൾ സ്കൂൾ ഹോളിഡേ എന്ന് വെച്ചാൽ ലീവ് അല്ലേ. അപ്പൊ ഓരോ ആഴ്ചയിലും നമ്മൾ കലണ്ടർ നോക്കിയാൽ കാണാൻ പറ്റും റെഡ് കളർ ആയിരിക്കും അല്ലെ, ഹോളിഡേസ് ഒക്കെ റെഡ് കളർ ആയിരിക്കും. അപ്പൊ എല്ലാ ആഴ്ചയിലും റെഡ് കളർ ഏത് ദിവസമാണ്, നമ്മുടെ സൺഡേ ആണ് അല്ലെ. സൺഡേ എപ്പോഴും സ്കൂൾ ലീവ് ആയിരിക്കും. ആൻഡ് വിച്ച് ഡേ കം ബിറ്റ്വീൻ മൺഡേ ആൻഡ് വെനസ്ഡേ, മൺഡേയുടെയും വെനസ്ഡേയുടെയും നടുക്കുള്ള ദിവസം ഏതാണെന്നാ ചോദിക്കുന്നത്. മൺഡേ കഴിഞ്ഞ അടുത്ത ദിവസം ഏതാണ്, ട്യൂസ്ഡേ അല്ലെ, ട്യൂസ്ഡേ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇവിടെ ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ടുഡേ, ടുഡേ എന്ന് വെച്ചാൽ ഇന്ന് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ടുഡേ എന്ന് പറയുക. അപ്പൊ ടുഡേ ഏത് ദിവസമാണ്, മൺഡേ ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. അതായത് അനു ഹാസ് ടു ഗോ ടു സ്കൂൾ, അനു സ്കൂളിൽ പോയി. അടുത്തത് ടുമോറോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ടുഡേ പറഞ്ഞാൽ ഇന്ന്, ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ്, നാളെ. ഓക്കെ, നാളെ. അതായത് നാളെ എന്ന് പറയുമ്പോൾ മൺഡേ കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെ. മൺഡേ കഴിഞ്ഞാൽ മൺഡേയുടെ ടുമോറോ എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും, മൺഡേ കഴിഞ്ഞ് വരുന്ന അടുത്ത ദിവസം ഏതാണ്, ട്യൂസ്ഡേ. ട്യൂസ്ഡേ അനു എന്ത് ചെയ്തു, ഷി ഹാസ് ടു ഗോ ടു ദ ലൈബ്രറി, അവള് ലൈബ്രറിയിൽ പോയി. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് വെച്ചാൽ ഈ ടുമോറോ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ദിവസം, എന്നുവെച്ചാൽ ട്യൂസ്ഡേ കഴിഞ്ഞ അടുത്ത ദിവസം ഏതാണ്, വെനസ്ഡേ, ബുധനാഴ്ച. അസംബ്ലി ഇൻ ദ സ്കൂൾ, സ്കൂളിൽ അസംബ്ലി ഉണ്ടായിരുന്നു. യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ടുഡേ മൺഡേ ആണ്, ഇന്ന് മൺഡേ ആണെങ്കിൽ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷിൽ യെസ്റ്റർഡേ പറയും. ഇന്നലെ ഏത് ദിവസമായിരിക്കും, സൺഡേ. സൺഡേ എന്താണ്, ഞായറാഴ്ച. സ്കൂൾ ഹോളിഡേ, സ്കൂൾ അവധിയാണ്. അപ്പൊ നമ്മൾ ഇത് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് കാലണ്ടർ. കാലണ്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, എല്ലാവരുടെ വീട്ടിലും കാലണ്ടർ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡേയ്സ് പഠിച്ചല്ലോ. ഒരു വീക്കില് 7 days ഉണ്ട്. മൺഡേ തൊട്ട് നമ്മുടെ സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള ഡേയ്സ് പഠിച്ചു. ഇനി നമ്മൾ മന്ത്സ് ആണ് പഠിക്കുന്നത്, മാസങ്ങൾ. മന്ത്സ് വെച്ചാൽ മാസങ്ങൾ. ഒരു വർഷത്തിൽ ഓരോ ഇയറിൽ എത്ര മാസങ്ങളുണ്ട്, 12 months ആണുള്ളത്, 12 മാസങ്ങളാണുള്ളത്. ആ മാസങ്ങളുടെ പേരാണ് നമ്മളിവിടെ ഓർഡറിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എഴുതുക. ആദ്യത്തെ മന്ത് ആണ് ജനുവരി. ഓക്കെ, ജനുവരി. അടുത്ത ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെ നമുക്ക് 12 മാസങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്പെല്ലിങ്ങും പഠിക്കണം, അതേപോലെ ഓർഡറിൽ മാസങ്ങളുടെ പേര് പറയാനും പഠിക്കുക. അടുത്തത് ഹൂ, when. Label each flower with the name of a month. ഇവിടെ 12 flowers ഉണ്ട്. 12 ഫ്ലവേഴ്സിനും എന്ത് ചെയ്യുക, മാസങ്ങൾ, ഓരോ മാസങ്ങളുടെ പേര് ഇവിടെ എഴുതുക. Find the months on which some of your friends were born and write their names in those flowers. അപ്പൊ എന്ത് ചെയ്യണം, എന്നിട്ട് ആ മാസങ്ങളുടെ പേര് എഴുതിയിട്ട് ആ മാസങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ ഓരോ മാസങ്ങളും ജനിച്ച ഫ്രണ്ട്സിന്റെ പേര്, ജനുവരി എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് ജനുവരിയിൽ ജനിച്ച നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് എന്ത് ചെയ്യുക, ഈ ഫ്ലവറിൽ എഴുതുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ അടുത്ത് നമ്മൾ ഫെബ്രുവരി ഒരു ഫ്ലവറിൽ എഴുതുന്നു. എന്നിട്ട് ഫെബ്രുവരിന്റെ ഇവിടേക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എന്ത് എഴുതണം, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫെബ്രുവരിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ ജനിച്ച ആ ഫ്രണ്ടിന്റെ പേര് ഇവിടെ എഴുതുക. അതേപോലെ എല്ലാ ഫ്ലവർ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവർ ഏത് മന്തിലാണ് ജനിച്ച അവരുടെ പേര് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതൊരു നമ്മളൊരു പോയമാണ്, മാംഗോ ഡേയ്സ് എന്നുള്ള പോയമാണ്. അപ്പൊ നമുക്ക് റീഡ് ചെയ്യാം. ഇവിടെയൊക്കെ നോക്കി ഓരോ ഡേയ്സിന്റെ പേരാണ് അല്ലെ, ഓരോ ഡേയ്സിന്റെ പേരാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡ് ചെയ്യാം. മാംഗോ ഡേയ്സ്. On Monday morning, 1 mango fell from the tree. On Tuesday morning, 2 mangoes fell from the tree. അപ്പൊ എന്താ പറയുക, മൺഡേ മോർണിംഗ്, മൺഡേ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ ഒരു മാങ്ങ വീണു, മരത്തിൽ നിന്നും ഒരു മാങ്ങ വീണു. മൺഡേ കഴിഞ്ഞ അടുത്തത് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച അല്ലെ. ഓൺ ട്യൂസ്ഡേ മോർണിംഗ് 2 mangoes fell from the tree. മരത്തിൽ നിന്ന് 2 മാങ്ങകൾ വീണു. ഓൺ വെനസ്ഡേ മോർണിംഗ് 3 mangoes fell from the tree. വെനസ്ഡേ ബുധനാഴ്ച രാവിലെ 3 മാങ്ങകൾ മരത്തിൽ നിന്നും വീണു. ഓൺ തേഴ്സ്ഡേ മോർണിംഗ് 4 mangoes fell from the tree.
On Friday morning, 5 mangoes fell from the tree. On Saturday morning, 6 mangoes fell from the tree. On Sunday morning, 7 mangoes fell from the tree. On all these days together, how many mangoes fell from the tree? അത് കണ്ടുപിടിച്ച് അതായത് ഓരോ ദിവസം നോക്കിക്കേ ആദ്യത്തെ ദിവസം 1 മാങ്ങ വീണു, രണ്ടാമത്തെ ദിവസം 2 മാങ്ങ വീണു, മൂന്നാമത്തെ ദിവസം 3 മാങ്ങ, നാലാമത്തെ ദിവസം 4 മാങ്ങ, അഞ്ചാമത്തെ ദിവസം 5 മാങ്ങ വീണു, ആറാമത്തെ ദിവസം 6 മാങ്ങ, ഏഴാമത്തെ ദിവസം 7 മാങ്ങ വീണാൽ മൊത്തം എത്ര മാങ്ങകൾ വീണിട്ടുണ്ടാവും? എത്ര മാങ്ങകളായിരിക്കും വീണിട്ടുണ്ടാവുക? നമുക്ക് അപ്പൊ പ്ലസ് ചെയ്ത് നോക്കണം അല്ലേ? ഇവിടെ 1ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ 1ഉം 2ഉം കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്താണ്? 3. ഇവിടെ 3ഉം വീണ്ടും ഒരു 3 ഉണ്ട് അല്ലേ? അപ്പൊ 3 + 3 6, 6 + 4 എത്രയാണ്? 10. 10 + 5 10ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 5. 5ഉം 6ഉം കൂടെ കൂട്ടുക 10ഉം 5ഉം കൂടെ കൂട്ടിയില്ലേ 10ഉം 5ഉം കൂടെ കൂട്ടിയാൽ 15 ആണ് 15ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 21 21ഉം 7ഉം കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ്? 21ഉം 7ഉം 28. അപ്പൊ മൊത്തം എത്ര മാങ്ങകൾ വീണു? 28 മാംഗോസ് ആണ് വീണത് അല്ലേ? അടുത്തത് ലാസ്റ്റ് പേജ് എന്താ? ഫൈൻഡ് ഔട്ട് ദ മന്ത്. അപ്പൊ നമ്മൾ കലണ്ടർ നോക്കി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മന്തിന്റെ മാസങ്ങൾ പേരാണ് ഇവിടെ ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. സ്കൂൾ സ്റ്റാർട്ട്സ് അതായത് നമ്മൾ സ്കൂൾ വെക്കേഷൻ കണ്ട് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക? 2 months വെക്കേഷൻ ഒക്കെ കണ്ട് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക? ജൂണിലാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? അത് ഇൻഡിപെൻഡൻസ് ഡേ ഏത് മാസമാണ് ഇൻഡിപെൻഡൻസ് ഡേ? ഓഗസ്റ്റ്. ഗാന്ധി ജയന്തി ഒക്ടോബർ, ചിൽഡ്രൻസ് ഡേ നവംബർ, ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ, റിപ്പബ്ലിക് ഡേ ജനുവരി. അപ്പൊ ഓരോ ഡേയ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഡേയ്സ് അല്ല ഓരോ മന്ത്സിന്റെ പേര് അതായത് ഈ നമ്മൾ കലണ്ടർ നോക്കി കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നമ്മുടെ ടൈം എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വേറെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്